നാലാമത്തെ ഗിയറിലാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമ്മളിങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഒരു 40 സ്പീഡിൻ്റെ ലെവലിൽ നമ്മുടെ വണ്ടിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ 40 സ്പീഡ് എന്താവും, ആക്സിലേറ്റർ ചവിട്ടിയിട്ടില്ലെങ്കിലും അത് 45 ആവും ഇറക്കമാണെങ്കിൽ. ഓക്കെ, കയറ്റം ആകുമ്പോൾ സ്പീഡ് എന്താവും, കുറഞ്ഞും വരും. ഇറക്കമാകുമ്പോൾ ചിലപ്പോൾ സ്പീഡ് കൂടും. അങ്ങനെ കൂടുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് നിർത്താൻ പറഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ, ആക്സിലേറ്റർ കാലെടുത്ത് ബ്രേക്കിലോട്ട് വെക്കാതെ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ആ 45 സ്പീഡ് ചിലപ്പോൾ 50-ലോട്ടും 55-ലോട്ടും പോയിട്ട് വണ്ടി സ്പീഡ് എന്താവും, കൂടും, ഇറക്കമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ നമ്മുടെ വണ്ടി നിർത്താൻ തോന്നിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം നമ്മുടെ വണ്ടീനെ എന്ത് ചെയ്യണം, ആക്സിലേറ്ററിൽ നിന്ന് കാലെന്ത് ചെയ്യണം, എടുത്ത് മാറ്റണം. മാറ്റിയിട്ട് നമ്മൾ 40-ലൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്പീഡോമീറ്ററോട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം നമ്മുടെ വണ്ടി എത്ര സ്പീഡിലാണ് പോണേ. എന്നിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിലോട്ട് വെച്ചിട്ട് നമ്മളൊരു ഇറക്കം പോലുള്ള സ്ഥലമാണെങ്കിൽ 4-ാമത്തെ ഗിയറിലാണെങ്കിലും ഒരു 30-ൻ്റെ അടുത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചവിട്ടാം. 30-ൻ്റെയും താഴോട്ട് ചവിട്ടേണ്ട വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് വേഗം ചവിട്ടണം. അപ്പോൾ 30 സ്പീഡിലോട്ട് എന്ത് ചെയ്യണം, ബ്രേക്കിനെ കൊണ്ടുവന്ന് അപ്പം ക്ലച്ച് ചവിട്ടിക്കോളുക. എന്നിട്ട് നമുക്ക് നിർത്തേണ്ട ആവശ്യമായ സ്ഥലത്തേക്ക് സൈഡാക്കിയിട്ട് എന്ത് ചെയ്യാൻ നിർത്താം. ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 4-ാമത്തെ ഗിയറിലാണെങ്കിലും 3-ാമത്തെ ഗിയറിലാണെങ്കിലും സെക്കൻഡിലാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് പിന്നെ 4-ാമത്തെ ഗിയറിൽ 40-ൽ വന്ന വണ്ടി 20-ലാണെങ്കിലും 10-ലാണെങ്കിലും നമുക്ക് എന്തില്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരാൾ മുന്നിൽ ചാടിയിട്ടാണ് നിർത്തിയെങ്കിൽ നമുക്കൊരു 10 സ്പീഡ് നിലവിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആ ന്യൂട്രലിൽ നിന്ന് നമുക്ക് ഏത് ഗിയറിലോട്ട് ഇട്ടാൽ മതി, സെക്കൻഡിലോട്ട് ഇട്ടാൽ മതി. എങ്ങോട്ട് പോകണ്ട, തേർഡിലോട്ട് പോകണമെന്നില്ല. ഇനി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വണ്ടി നിന്നു, ഇനി നമുക്ക് ഇവിടുന്ന് എടുത്ത് പോകണമെങ്കിൽ നമ്മൾ ഏത് ഗിയറിലോട്ട് വരണം, ഫസ്റ്റിൽ വരണം. അപ്പോൾ എപ്പോഴും ഏത് ഗിയറിലാണെങ്കിലും ഇറങ്ങുമ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ആദ്യം ചവിട്ടിയാൽ വണ്ടി എന്താവും, ഗിയറിൻ്റെ പിടുത്തം വിട്ടിട്ട് വണ്ടി എന്താവും, ആ ക്ലച്ച് ചവിട്ടുമ്പം ന്യൂട്രൽ ഗിയറിലിട്ട ഫീലായിരിക്കും, ഒരു പിടുത്തം ഉണ്ടാവില്ല. ഫുള്ള് നിലാവട്ടത്തെ വെച്ചിട്ട് കോഴി പോകണമല്ലോ അങ്ങോട്ട് വണ്ടി എന്ത് ചെയ്യും, പോകും. അത് കയറ്റമാണെങ്കിലോ സ്പീഡ് കുറയും ചെയ്യും, വണ്ടി ചിലപ്പോൾ നിന്നും പോകും. അപ്പോൾ കയറ്റമാകുമ്പോൾ നിൽക്കുകയും ചെയ്യും, ഇറക്കുവാണെങ്കിൽ കൂടുകയും ചെയ്യും. അത് ഓടിക്കുന്ന ഡ്രൈവർ അത് കണക്ക് നോക്കിയിട്ട് ക്ലച്ച് ചവിട്ടി അതിൻ്റെതായ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, ബ്രേക്ക് ചവിട്ടണം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ബൈ.